വള്ളോപ്പിള്ളി പിതാവിനൊപ്പം പ്രവർത്തിക്കാനായതും ആ കരുതൽ അനുഭവിക്കാനായതും തൻ്റെ വൈദിക ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായാണ് തലശ്ശേരി അതിരൂപത ചാൻസലറായിരുന്ന ഫാദർ ജോർജ് കൊല്ലക്കൊമ്പിൽ കാണുന്നത്. ഞാൻ 1956 തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടി സെമിനാരി ചേർന്ന് രൂപതയ്ക്ക് വേണ്ടി പഠിച്ച് 1964 വൈദിക പട്ടം സ്വീകരിച്ച ഒരു അച്ഛനാണ്. എൻ്റെ പേര് ഫാദർ ജോർജ് കൊല്ലക്കൊമ്പിൽ. എൻ്റെ ഇപ്പോഴത്തെ ഇടവക കോളയാട് അൽഫോൻസ പള്ളി. എന്നെ സെമിനാരിയിൽ എടുത്തതും ഉപരിപഠനത്തിന് റോമിലേക്ക് അയച്ചതും പഠനം കഴിഞ്ഞപ്പോൾ റോമിൽ വന്ന് എനിക്ക് പട്ടം തന്നതും അഭിമന്യ വള്ളോപ്പിള്ളി പിതാവാണ്. പട്ടം കിട്ടിയത് 1964. അതിനുശേഷം ഞാൻ പഠനമെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് ശേഷം ഇപ്പോഴെനിക്ക് 80 വയസ്സായി. അച്ഛനായിട്ട് 60 വർഷമായി. അതിൽ 18 വർഷം ഞാൻ ശുശ്രൂഷ ചെയ്തത് തലശ്ശേരി രൂപത കേന്ദ്രത്തിലാണ്. അതിലൊരു 5 വർഷം മൈനർ സെമിനാരി റെക്ടറായിട്ടും 13 വർഷം ചാൻസലറായിട്ടും. അപ്പോൾ 18 വർഷം അഭിമന്യ വള്ളോപ്പിള്ളി പിതാവിൻ്റെ കൂടെ തലശ്ശേരി രൂപതാ കേന്ദ്രത്തിൽ സേവനമർപ്പിച്ചതുകൊണ്ട് പിതാവിൻ്റെ ഒത്തിരി നന്മകൾ അനുകരിക്കാനും ജീവിതത്തിൽ പകർത്താനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സമയനിഷ്ഠ എന്ന് പറയുന്നതാണ്. സമയനിഷ്ഠയുടെ കാര്യത്തിൽ പിതാവ് അതീവ നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു. പിതാവിൽ നിന്ന് പഠിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വൈദിക ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇടവകകളിലേക്ക് പോയതിന് ശേഷം ഒരു ഇടവകയിലും സമയം തെറ്റി കുർബാന ചൊല്ലിയിട്ടില്ല. അതുപോലെ തന്നെ ദിവസങ്ങളിൽ പോലും കുർബാന മുടക്കിയിട്ടുമില്ല. എല്ലാ ദിവസവും ബലിയർപ്പിക്കുക, ജനങ്ങളോട് പറഞ്ഞിരുന്ന അതേ സമയത്ത് ഇതിൻ്റെ മിനിറ്റിന് പോലും മാറ്റം വരുത്താതെ ജീവിതബലി അർപ്പിക്കുക എന്നുള്ളത് പിതാവിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു നന്മയാണ്. പിതാവാണെങ്കിൽ സമയത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, മിനിറ്റിൻ്റെ കാര്യത്തിൽ പോലും പിതാവ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഞാൻ സെമിനാരി റെക്ടറായിരുന്ന കാലത്ത് ഒരിക്കൽ പിതാവ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛ ഇപ്പോൾ ബെല്ലടിക്കുന്ന ബ്രദർ അരമിനിറ്റൊക്കെ മാറി ബെല്ലടിക്കാറുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ സമയം തെറ്റിയാണ് ബെല്ലടിച്ചത്. കൃത്യമായിട്ട് ബെല്ലടിക്കുന്ന ഒരു ബ്രദറിനെ ചുമതലപ്പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവാണ് തലശ്ശേരിയിൽ ഉണർത്തുമണി അടിച്ചുകൊണ്ടിരുന്നത്. 5:30 ബെല്ലടിക്കുന്നത് എന്നും പിതാവാണ്. മറ്റാരെയും വിശ്വസിച്ചേൽപ്പിക്കാൻ പിതാവിന് സാധിക്കില്ല. കാരണം സമയം തെറ്റിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് 5:30 ആകുമ്പോൾ പിതാവ് ഒരു ചെറിയ ടോർച്ചും ആയിട്ട് ആ മണിയുടെ താഴെ പോയി നിൽക്കും. വാച്ചയിലോട്ട് ടോർച്ചടി നോക്കും. കൃത്യം സെക്കൻഡ് സൂചി 12 5:30 ആകുമ്പോൾ ബെല്ലടിക്കും. ആ ബെല്ല് കേട്ട് വേണം അങ്ങാപ്പുറത്തുള്ള കത്തീഡ്രലിൽ ബെല്ലടിക്കാനായിട്ട്. അത് സെമിനാരിയിൽ പ്രദേശമാണ് ബെല്ലടിക്കുന്നത്. അതിൽ മാറ്റം വന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. അതുകൊണ്ടാണ് പിതാവ് പറഞ്ഞത് കൃത്യത പാലിക്കുന്ന ബ്രദറിനെ ചുമതലപ്പെടുത്തണം എന്ന്. അപ്പോൾ ആ സമയനിഷ്ഠ പിതാവിൻ്റെ ജീവിതത്തിൽ 36 വർഷം തലശ്ശേരി രൂപതയെ ഭരിച്ച പിതാവ് മലബാർ ആകമാനം പിതാവ് പരിപാടികൾക്കായിട്ട് ദിവസേന എന്ന ഓണം യാത്ര ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ഒരു സ്ഥലത്ത് പോലും ഈ കാലയളവിൽ സമയം തെറ്റി എത്തിയിട്ടില്ല എന്ന് ഞാൻ കേട്ടത്. ഒരു സ്ഥലത്ത് മാത്രം ഒരു അരമണിക്കൂറിന് താമസം വന്നു. കാരണം വണ്ടിക്ക് മേജറായിട്ടുള്ളൊരു കംപ്ലൈൻറ്റ് വന്നു. അതുകൊണ്ട് ഒരു അരമണിക്കൂർ അവിടെ താമസിച്ച് എത്തിയത് ഒഴികെ ഒരു പരിപാടിയിലും പിതാവ് വൈകി എത്തിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അത് എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയുമാണ്. ഞാൻ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സമയനിഷ്ഠയെക്കുറിച്ച് അത്രയും. പിന്നെ എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ സെമിനാരിയിൽ പഠിച്ചിരുന്ന കാലത്തെ ഒരു അനുഭവമാണ് പറയുന്നത്. പിതാവ് എല്ലാവരെയും തുല്യതയോടെ നോക്കിക്കാണും. സെമിനാരിക്കാരാണെന്നോ കൊച്ചച്ഛന്മാരാണെന്നോ വല്യച്ഛന്മാരാണെന്നോ ഉള്ള വ്യത്യാസമൊന്നും കൂടാതെ സമഭാവനയോടെ പിതാവ് എല്ലാവരെയും പരിഗണിച്ചിരുന്നു. അതിന് ഞാനൊരു ഉദാഹരണം പറയുന്നത്, പിതാവ് രൂപതയുടെ ഭരണം ഏറ്റെടുത്തതിന് ശേഷം പാലാരൂപതക്കാരനായിരുന്നു പിതാവ്. ഒരു 2 കഴിഞ്ഞാൽ 1957 തോന്നുന്നു പാലാരൂപതയിലെ എല്ലാ പള്ളികളിലും സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വരികയുണ്ടായി. ഒരു 5 ആഴ്ച കൊണ്ട് പാലാരൂപതയിലെ എല്ലാ പള്ളികളിലും പിതാവ് സന്ദർശിച്ചു. സന്ദർശനത്തിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു. തലശ്ശേരി രൂപതയ്ക്ക് സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കം, ഒന്നുമില്ലാത്ത അവസ്ഥ.
അപ്പോൾ പാലാരൂപതയാണ് മാതൃരൂപത. ആ പാലാരൂപതയിലെല്ലാം സമ്പന്നമായ പള്ളികളാണ്. പള്ളികളിൽ പോയി രൂപതയ്ക്ക് വേണ്ടി ചെറിയ കളക്ഷൻ എടുക്കുക എന്നുള്ളതായിരുന്നു പിതാവിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആ കളക്ഷൻ എടുക്കാൻ വേണ്ടി പിതാവ് വന്നപ്പോൾ 5 ആഴ്ച ദീർഘിച്ചതിന് പിതാവ് സെക്രട്ടേറിയറ്റിനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പിതാവും ഡ്രൈവറും മാത്രം. ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന കാലമാണ്. പിതാവ് മൈനർ സെമിനാരിയിൽ പഠിക്കുന്ന 5 പ്രദേശത്തിനെ തിരഞ്ഞെടുത്തു. ഓരോ ആഴ്ച ഓരോരുത്തർ സെക്രട്ടറി ആയിട്ട് പോവുക എന്നുള്ളത്. അതിൽ ഒരാഴ്ച എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ട്, സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ബോയി എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛനായിട്ട് സെമിനാരി പഠനം തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ പിതാവിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഒരു 10-30 പള്ളിയിൽ ഞാൻ പോയി. പിതാവിൻ്റെ സന്തത സഹചാരിയായിട്ട് പിതാവിൻ്റെ കൂടെ വണ്ടിയിൽ കയറും, പിതാവ് ഇറങ്ങുന്നിടത്തൊക്കെ ഇറങ്ങും, പിതാവിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കും, പിതാവിൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കും. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മളിങ്ങനെ പല രൂപത്തിലൊക്കെ പള്ളികളിൽ ചെല്ലുമ്പോൾ പിതാവും ഞാനും ഡ്രൈവറും ഉണ്ട്. ചില പള്ളിയിൽ ചെല്ലുമ്പോൾ അച്ഛന്മാർ ഭക്ഷണം ഒരുക്കി കഴിയുമ്പോൾ പിതാവിനും അവിടുത്തെ അച്ഛന്മാർക്കൊക്കെ കൂടി ഒരു ടേബിൾ ഒരുക്കും, ഡ്രൈവർക്കും എനിക്കും ഒക്കെ കൂടെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാവുന്ന. അപ്പോൾ പിതാവ് പറഞ്ഞത് പറ്റിയല്ല, സെമിനാരി പഠിക്കുന്ന ബ്രദറാണ്, നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട കൂട്ടത്തിൽ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞ് ചില പള്ളികളിലൊക്കെ പിതാവ് നിർബന്ധപ്പെടുത്തിയിട്ട് എന്നെ കൂടി ആ കൂട്ടത്തിൽ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചു. ഞാൻ സെമിനാരി പഠനം തുടങ്ങിയതേ ഉള്ളൂ, എനിക്കൊരു 17-18 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ പ്രായത്തിലുള്ള അത്രയും താഴത്തെ ലെവലിലുള്ള എന്നോട് പിതാവ് അത്രയും പരിഗണന കാണിച്ചുവെങ്കിൽ അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ആ ദിവസങ്ങളിൽ വൈകുന്നേരം കിടക്കാറാകുമ്പോൾ കിടക്കാൻ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. പിതാവ് അവിടെ വന്ന് ആ മുറിയിൽ നോക്കും, ഈ ബ്രദറിന് വേണ്ട സൗകര്യങ്ങൾ, പുതപ്പ്, ഷീറ്റ്, തോർത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടില്ലെങ്കിൽ അവിടെയുള്ള അച്ഛനെ വിളിച്ച് പറയാതെ ചെയ്യണമെന്നൊക്കെ. അപ്പം അത്രയും പരിഗണനയോടുകൂടിയാണ് വെറും ഒരു സെമിനാരിക്കാരനായ എന്നെ അന്ന് കൂട്ടത്തിൽ കൊണ്ടു നടന്നത്. ഇതെനിക്ക് മാത്രമല്ല, പിതാവിൻ്റെ കൂടെ യാത്ര ചെയ്ത എല്ലാവർക്കും ഉള്ളൊരു അനുഭവം. പിന്നെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, പിതാവ് അതിഥി സൽക്കാരത്തിൽ വളരെയധികം നിഷ്കർഷ കാണിച്ചിരുന്ന ഒരാളാണ്. പിതാവിനെ കാണാനായിട്ട് ആരെങ്കിലും തലശ്ശേരി അരമനയിൽ വന്നാൽ, അത് എഴുന്ന് വന്ന ആളായാലും എത്ര വലിയ ആളായാലും ചെറിയ ആളായാലും, അതുപോലെ തന്നെ വൈദികനാണെങ്കിലും അല്ലെങ്കിലും പിതാവ് നേരിട്ട് ആ കാര്യത്തിലൊക്കെ ഇടപെട്ടിരുന്നു. പിതാവിന് ഭക്ഷണം ഒരുക്കുന്ന ഊട്ടുമുറിയിൽ പോയി പിതാവ് തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ, ഈ പഴമൊക്കെ കമത്തി വെച്ചിരിക്കുന്ന അതൊക്കെ നോക്കി മൂടി മാറ്റി നോക്കിയിട്ട് പഴം വല്ലതും കേട് വന്നതാണോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ അത് മാറ്റി വെക്കണമെന്നൊക്കെ അവിടുത്തെ അച്ഛനോട് പറയുന്നത് സാധാരണ ഒരു സംഭവമാണ്. ഒരിക്കൽ പാലാരൂപതയിലെ ഒരു അച്ഛൻ പ്രായമൊന്നുമുള്ള അച്ഛനല്ല, കൊച്ചത്തിന് 10-30 വയസ്സൊക്കെ കാണുള്ളൂ. അച്ഛൻ അവിടെ എന്തോ ആവശ്യത്തിന് വന്നു, പിതാവിനെ കാണാനോ ഞങ്ങൾ ആരെയോ കാണാനായിട്ട് വന്നതാണ്. അന്ന് രാത്രി അവിടെയാണ് ഉറങ്ങിയത്. അപ്പോൾ പിതാവ് അച്ഛനോട് വർത്തമാനം എല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് കിടക്കുന്ന കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ കുളിക്കുന്നത് എങ്ങനെയാണ്, ചൂടുവെള്ളത്തിലാണോ? ഞാൻ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നതെന്ന് പറഞ്ഞു. അച്ഛൻ രാവിലെ ഉണ്ടെന്ന് പറഞ്ഞു. അവർ രാവിലെ ട്രെയിനിന് അച്ഛന് പോകേണ്ടതാണ് കുളിയെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ അച്ഛൻ കിടന്നുറങ്ങി. രാവിലെ 5 മണിയായപ്പോൾ അച്ഛൻ്റെ മുറിയുടെ വാതിക്കൽ ആരോ ചെന്ന് മുട്ടി. അച്ഛൻ കിടന്ന വേഷത്തിലേറ്റുവന്ന് വാതിൽ തുറന്നപ്പോൾ ഒരു ബക്കറ്റ് ചൂടുവെള്ളവുമായിട്ട് വള്ളപ്പള്ളി പിതാവ് വാതിക്കൽ നിൽക്കുകയാണ്, ഈ കൊച്ചച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ പറഞ്ഞു, സത്യത്തിൽ ഞാൻ ഐസായിപ്പോയൊരു സംഭവമാണത്. ഒരു രൂപതയുടെ മെത്രാൻ, എന്നേക്കാൾ എത്രയോ കൂടുതൽ പ്രായമുള്ള ഒരാളാണ്, അധികാരമുള്ള ഒരാളാണ്. ഞാൻ വെറും ഒരു കൊച്ചച്ഛൻ. എനിക്ക് വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് ചൂടുവെള്ളം സ്വന്തം കൈകൊണ്ട് വഹിച്ച് എൻ്റെ മുറിയുടെ വാതിക്കൽ വന്ന് എന്നെ വിളിച്ചുണർത്തുന്ന ആ പിതാവിൻ്റെ ആതിഥ്യ മര്യാദ എന്ന് പറയുന്നത് മറ്റൊരിടത്തും ആരിലും കാണാൻ സാധിക്കാത്തൊരു വലിയൊരു നന്മയാണ് എന്ന് അച്ഛൻ തന്നെ നേരിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഞങ്ങൾക്ക് പിതാവിൻ്റെ കാര്യം അറിയാവുന്നത് കൊണ്ട് വലിയ അത്ഭുതം തോന്നിയില്ല. കാരണം പിതാവ് അതുപോലെയാണ് അവിടെ വരുന്ന അതിഥികളെയൊക്കെ. അത് പിന്നെ വേറെ നിഷ്ഠയുടെ കാര്യം പറഞ്ഞാൽ, ഒരിക്കലും കർദിനാൾ ലൂർദ് സ്വാമി എന്ന് പറയുന്ന കർദിനാൾ മലബാർ സന്ദർശിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹം കോഴിക്കോട് നിന്നാണ് തലശ്ശേരിയിലേക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് നിന്ന് തലശ്ശേരിയിലേക്കുള്ള ദൂരം 72 കിലോമീറ്ററാണ്. അപ്പോൾ തലേദിവസം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പിതാവ് അങ്ങോട്ട് വിളിച്ചു. ഈ കർദിനാളിനെ വിളിച്ച് പറഞ്ഞു, പിതാവെ ഇങ്ങോട്ട് 72 കിലോമീറ്ററാണുള്ളത്. നമ്മുടെയൊക്കെ നാട്ടിലെ റോമിലെയൊക്കെ നോക്കുമ്പോൾ 1.5 മണിക്കൂർ മതി. ഇവിടെ ഈ 72 കിലോമീറ്റർ കവർ ചെയ്യണമെങ്കിൽ 5 റെയിൽവേ ഗേറ്റുകളുണ്ട്. ഈ റെയിൽവേ ഗേറ്റുകൾ ഒരെണ്ണം അടച്ചു പോയാൽ അവിടെ 10 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ 5 ഗേറ്റിൻ്റെ കാര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് വേണം സമയം മാർജിനിട്ട് പുറപ്പെടാനെന്ന്.
അദ്ദേഹം തന്നെ അവിടെ വന്നപ്പോൾ പ്രസംഗത്തിൽ പറഞ്ഞതാണ്, ഒരു പിതാവ് ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ശ്രദ്ധിച്ച് അത് മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തുന്ന ആ പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ ആ വലുപ്പം, അത് അദ്ദേഹം അത്ഭുതത്തോടുകൂടി അവിടെ പ്രസംഗിച്ച് കേൾക്കുകയുണ്ടായി. പിന്നെ വേറൊന്ന് എടുത്തു പറയാനായിട്ടുള്ളത്, പിതാവ് ആ കാലത്ത്, അതായത് ഇന്നെനിക്കൊരു 50-60 കൊല്ലം മുമ്പൊക്കെ വൈദിക വസ്ത്രം എല്ലാ അച്ഛന്മാരും ധരിക്കണമെന്ന നിർബന്ധമുള്ളൊരു കാലമായിരുന്നു. അന്ന് യാത്ര ചെയ്യുമ്പോൾ പോലും, അതായത് പൊതുജന സമക്ഷം നമ്മൾ പ്രത്യക്ഷപ്പെടുമ്പോൾ വൈദിക വസ്ത്രം ലോഹ ധരിച്ചിരിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പിതാവ് ഒരിക്കൽ പിതാവ് ഈ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ സംബന്ധിക്കാൻ വേണ്ടി 4 പ്രാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു റോമിൽ വന്ന് അവിടെ ഒരു 2 മാസമൊക്കെ താമസിച്ചിട്ടാണ് പോരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ ഞങ്ങൾ അവിടുത്തെ തലശ്ശേരി രൂപതയിലെ അച്ഛന്മാരാണ് പിതാവിന് സെക്രട്ടറിയുടെ ജോലിയൊക്കെ ചെയ്തു വരുന്നത്. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ പിതാവിനെ ഈ ജർമ്മനിയിലൊക്കെ ഒന്ന് പോയി കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് വന്ന മെത്രാന്മാരെല്ലാം കൂടെ ജർമ്മനിക്ക് പോകാനായിട്ട് ജർമ്മനിയിലെ മെത്രാന്മാർ ഇവരെ അങ്ങോട്ട് ക്ഷണിച്ചു. ജർമ്മനിയിൽ വന്ന ഒരാഴ്ച അവിടെയൊക്കെ കണ്ടു കേട്ട് പോരാം എന്നും പറഞ്ഞു. അപ്പോൾ അതിന് ഒരുങ്ങി പോകുന്നേരം, അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ ജർമ്മനിയിലേക്ക് അന്നേരം ബിഷപ്പുമാരൊക്കെ യാത്ര ചെയ്യുമ്പോൾ മഫ്റ്റിയിലാണ്, സിവിൽ വേഷത്തിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പിതാവിനോട് പറഞ്ഞു, ബാക്കി മെത്രാന്മാരൊക്കെ സിവിൽ ഡ്രസ്സിലാണ് പോകുന്നത്, പിതാവ് അങ്ങനെ അല്ലേ പോകുന്നു ചോദിച്ചു. എല്ലാവരും അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങനെ പോയേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വേറൊരു അച്ഛൻ, എനിക്ക് കാര്യമറ്റത്തിൽ അച്ഛനാണെന്ന് എനിക്ക് തോന്നുന്നു, നമ്മുടെ രൂപതയിൽ അവിടെ ഉണ്ടായിരുന്ന. അപ്പോൾ അച്ഛൻ ഞാനും കൂടി പിതാവിനോട് പറയും, അങ്ങനെയാണ് ഞങ്ങളൊരു പാൻസും കോട്ടും ഒക്കെ പിതാവിന് വേണ്ടി വാങ്ങിക്കുക, അത് ധരിച്ച് വേണം പോകാൻ. പിതാവ് സമ്മതിച്ചു. ഞങ്ങളിത് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിറ്റേ ദിവസം യാത്ര ആരംഭിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഞങ്ങൾ ഇതുകൊണ്ട് കൊടുത്തപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ പിന്നെ ഒന്നുകൂടെ ചിന്തിച്ചപ്പോൾ ഞാൻ ഇതുവരെ സിവിൽ ഡ്രസ്സിൽ യാത്ര ചെയ്തിട്ടില്ല, ഈ ഒരു പ്രാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം എൻ്റെ ആ നയത്തിൽ നിന്ന് ഞാൻ മാറുന്നില്ല, ഞാൻ ലോയിട്ട് തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് എന്നിട്ട് നിങ്ങൾ വാങ്ങിച്ച ഡ്രസ്സ് നിങ്ങൾ തന്നെ ഉപയോഗിച്ചു, നിങ്ങൾ അച്ഛന്മാർ 2 പേരും ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പോയിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിതാവ് സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ ലോഹയിട്ട് പോയത് നന്നായി. അവിടെ ഞങ്ങൾ പല മെത്രാന്മാരുണ്ടായിരുന്നിട്ടും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനവും ആദരവും ഒക്കെ തോന്നുന്നത് എന്നോടാണ്, കാരണം ഞാൻ മാത്രം ലോഹയിലാണ് ധരിച്ചിരുന്നത് എന്ന്. അത് ഒരനുഭവം. അപ്പോൾ ഞങ്ങൾ ഈ തലശ്ശേരി രൂപതാ കേന്ദ്രത്തിൽ വസിക്കുമ്പോൾ അവിടെ വരുന്ന അച്ഛന്മാരൊക്കെ ലോഹ ഇട്ടുകൊണ്ടേ വരുള്ളൂ. വള്ളോപ്പള്ളി പിതാവിൻ്റെ മുമ്പിൽ ലോഹയില്ലാതെ ആരും പ്രത്യക്ഷപ്പെടുകയില്ല. അവിടുന്ന് ഞങ്ങളൊക്കെ യാത്ര ചെയ്യണമെങ്കിൽ പോലും ലോഹയിലാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഒരവസരത്തിൽ മാത്രം പിതാവ് ലോഹ ധരിക്കാതെ യാത്ര ചെയ്യാനുള്ള അനുവാദം എനിക്ക് തന്നു. അത് ഇന്നതാണ് സംഭവം. തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം കുന്നോത്ത് വാങ്ങിക്കാനായിട്ട് ആലോചന നടന്നു. അപ്പോൾ ആ സ്ഥലം നമ്മൾ പോയി കാണണം. സ്ഥലം പോയി കാണാനായിട്ട് എന്നെ ചുമതലപ്പെടുത്തി. അപ്പോൾ പിതാവ് പറഞ്ഞു, വൈദിക വേഷത്തിൽ പോയാലൊരു കുഴപ്പമുണ്ട്, ഇത് അച്ഛന്മാരാണ് സ്ഥലം വാങ്ങിക്കാൻ പോകുന്നത് എന്ന് കണ്ട് അവരതിൻ്റെ റേറ്റൊക്കെ കൂട്ടി പറയും. സാധാരണ അൽമായർക്കാണെങ്കിൽ കൊടുക്കുന്ന റേറ്റിൽ നിന്നും ഉയർന്ന ഒരു തുകയായിരിക്കും നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് അച്ഛനെ ഒരു പ്രാവശ്യം മാത്രം ലോഹയില്ലാതെ സിവിൽ ഡ്രസ്സിൽ പോയിക്കോ, അത് ഞാൻ അനുവദിക്കുന്നു, ഞാൻ അച്ഛൻ്റെ കൂടെ വരുന്നവരോട് പറഞ്ഞേക്കാമെന്നും പറഞ്ഞു. അതനുസരിച്ച് ഞാൻ ലോഹ മാറിയിട്ട് ഈ ഡ്രസ്സ് ധരിച്ച് പോകാൻ നേരത്തെ തന്നെ ഡ്രൈവർ അവിടെ നിന്ന് കൊണ്ടുപോകാൻ വന്ന ആളിനോട് പറഞ്ഞു, ഇത് അച്ഛനാകട്ടോ, പക്ഷേ ഇത് ഇന്ന ആവശ്യമായതുകൊണ്ട് ആകും. അപ്പോൾ അത്രയും നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് പിതാവ് അന്ന് ഈ വൈദിക വസ്ത്രത്തെ ബഹുമാനിച്ചിരുന്നതും മറ്റുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നതും. അത് ഒരു ഉദാഹരണം. പിന്നെ ഞാൻ പറഞ്ഞൊരു 18 വർഷക്കാലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 18 വർഷം എന്ന് പറഞ്ഞ സുദീർഘമായ ഒരു കാലഘട്ടമാണ്. പിതാവ് ഈ 18 വർഷത്തിനിടയ്ക്ക് ഞാൻ പ്രധാനമായിട്ട് 2 ജോലിയാണ് നോക്കിയത്. മനുഷ്യനാരുടെ റെക്ടറായിട്ടും പിന്നെ രൂപതയുടെ ചാൻസലറായിട്ടും. ദിവസം തന്നെ പിതാവുമായിട്ട് പല കാര്യങ്ങളും ഇടപെടുന്നുണ്ട്, പല ഇതുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. ഈ 18 കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും പിതാവ് മുഖം കറുത്ത് അരിശപ്പെട്ട് ശാസന രൂപത്തിൽ സംസാരിച്ചിട്ടില്ല എന്നോട്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ പോലും ഒരു വഴക്ക് പറഞ്ഞിട്ടില്ല. കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് വീഴ്ചകളൊക്കെ ഉണ്ടാകാമല്ലോ, പക്ഷേ വഴക്ക് പറഞ്ഞിട്ടില്ല. അത് പിതാവിൻ്റെ വലിയ മനസ്സിൻ്റെ മഹത്വം, നന്മയുടെ വലിപ്പമാണ് നമ്മളതിനകത്ത് കാണുന്നത്. പിന്നെ പിതാവിൻ്റെ ലളിത ജീവിതം പകൽ പോലെ പരസ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും ലളിതമായിട്ടുള്ളൊരു ജീവിതം. KLC 520 എന്ന് പറയുന്ന ഒരു ജീപ്പയിലാണ് പിതാവ് മലബാർ മുഴുവനും ചുറ്റി നടന്നിരുന്നത്.
അതിന് പുറമെ ഒരു അംബാസഡർ ഏതൊരു കാറും കൂടിയുണ്ട്. പക്ഷേ ഈ കാർ എല്ലാ സ്ഥലത്തൊന്നും പോവുകയില്ലാത്തതുകൊണ്ട് ഈ ജീപ്പ് തന്നെ പിതാവിൻ്റെ ആശ്രയം. മലബാറെന്ന് പറയുമ്പോൾ അന്ന് ഇപ്പോഴത്തെ താമരശ്ശേരി, മാനന്തവാടി രൂപത എല്ലാം കൂടല്ലൂർ വരെ നീണ്ടു കിടക്കുന്ന എങ്ങാപ്പുറത്ത് ബെൽത്തങ്ങാടി അവിടെ എല്ലാം ഉൾപ്പെടുന്ന ആ പ്രദേശത്ത് മുഴുവൻ പിതാവ് യാത്ര ചെയ്തിരുന്നത് ഈ ജീപ്പിലാണ്. ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ജീവിത ശൈലിയാണ് പിതാവ് പുലർത്തിയിരുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ ഊട്ടുമുറിയിലൊക്കെ ഒരു അരവന എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ധരിച്ചിരിക്കുന്നത് അവിടെ വലിയ വിഭവസമൃദ്ധമായ ലഞ്ച് ഡിന്നറാണ് എന്നും വിളമ്പുന്നത് എന്ന്. അങ്ങനെയല്ല, അവിടെ ലളിതമായിട്ടുള്ള, വളരെ ലളിതമായിട്ടുള്ള സാധാരണക്കാരൻ്റെ ഭക്ഷണമാണ് അവിടെ എന്നും തരുന്നത്. ഞങ്ങൾക്ക് എത്രയോ വർഷം അത് നോക്കിക്കണ്ടിരുന്നതാണ്. അങ്ങനെ ലളിത ജീവിതത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു മാതൃക ഈ തലശ്ശേരിയിലെ എല്ലാ അച്ഛന്മാർക്കും ജനങ്ങൾക്കും കാഴ്ചവെച്ചിട്ടാണ് പിതാവ് മൺമറഞ്ഞത്. പിതാവിൻ്റെ എല്ലാം, വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റ് ആഡംബര വസ്ത്രങ്ങളൊന്നും പിതാവിനില്ല. എല്ലാം വളരെ ലളിതമായിട്ടുള്ള ചിലവ് കുറച്ചുള്ള കൂടുതൽ ചിലവ്, അവിടെ അമിതമായിട്ടുള്ള ചിലവ് പാടില്ല എന്ന് പിതാവ് പ്രൊക്യുറേറ്റർ അച്ഛനും അതുപോലെ തന്നെ മെസ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്കൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു. ഇത് പിതാവിൻ്റെ ലളിത ജീവിതത്തെക്കുറിച്ചുള്ള. പിന്നെ ഞങ്ങളെ അച്ഛന്മാരോട് എല്ലാവരോടും നല്ല അടുപ്പം, അച്ഛന്മാരോട് മാത്രമല്ല അച്ഛന്മാരുടെ കുടുംബങ്ങളോടും. എൻ്റെ കുടുംബത്തോട് ഞാൻ സെമിനാരിയിൽ ചേർന്ന അന്ന് മുതൽ എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പിതൃസഹജമായ വാത്സല്യത്തോട് നോക്കിക്കണ്ടിരുന്ന ഒരാവശ്യമാണ്. എൻ്റെ വീട്ടിൽ ഒക്കെ ആരെങ്കിലും അസുഖമായിട്ട് കിടന്നാൽ പിതാവ് കാണാൻ വന്നിരുന്നു. എൻ്റെ അമ്മ ഒരു കുറേ വർഷക്കാലം രോഗാവസ്ഥയിൽ കിടന്നിരുന്ന അവസരത്തിൽ പിതാവൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരിക്കൽ താമരശ്ശേരി രൂപത ഉണ്ടായപ്പോൾ താമരശ്ശേരി പിതാവ് മുള്ളപ്പള്ളി പിതാവിനോട് ചോദിച്ചു, കൊല്ലക്കൊമ്പരിച്ചൻ കാനനിലും ഒക്കെ പഠിച്ചിട്ടുള്ള അച്ഛനാണ്, അച്ഛനെ ഞാൻ താമരശ്ശേരി രൂപതയ്ക്ക് കൊണ്ടുപോയിക്കോട്ടെ, ഞങ്ങൾക്കൊരു സഹായമാകുമെന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, അച്ഛനെ വിടാൻ പറ്റിയില്ല. കാരണം അച്ഛൻ്റെ അമ്മ ഇവിടെ രോഗം ബാധിച്ച് കിടപ്പായിട്ട് കുറേ നാളായി. അച്ഛൻ ആഴ്ചതോറും അമ്മയെ പോയി കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്, കുർബാന എഴുന്നള്ളിച്ചു കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് അച്ഛൻ താമരശ്ശേരിക്ക് വന്നാൽ അത് അകലമാകും, അതുകൊണ്ട് അച്ഛനെ വിടാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അച്ഛന്മാരുടെ കുടുംബങ്ങളോട് പിതാവ് വലിയ ഒരു ആത്മബന്ധം പുലർത്തി പോന്നിട്ടുള്ള ഒരാളാണ്. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരനുഭവം, ഞാൻ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് വിദേശത്ത് പോയിട്ട് 9 വർഷത്തോളം റോമിലായിരുന്നു. ആ കാലം അത്രയും എനിക്കെൻ്റെ മാതാപിതാക്കന്മാരെ കാണാനോ വീട്ടിൽ വരാനോ ഒന്നും സാധിച്ചിട്ടില്ല. പക്ഷെ പകരം പിതാവ്, വള്ളോപ്പള്ളി പിതാവ് എൻ്റെ വീട്ടിൽ നിന്ന് കത്തെഴുതുമ്പോൾ കൃത്യമായിട്ട് മറുപടി പറയുകയും എൻ്റെ റൂമിലെ വിശേഷങ്ങൾ വീട്ടിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അറിയിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അത് അവർക്ക്, എൻ്റെ വീട്ടുകാർക്ക് കിട്ടിയ വലിയൊരു ആശ്വാസമാണ്. അതായത് ഒരു അപ്പൻ്റെ സ്ഥാനത്ത്, അപ്പനും അമ്മയും അകലങ്ങളിലായിരിക്കുമ്പോൾ ആ കുറവ് നികത്താൻ വേണ്ടിയിട്ട് പിതാവ് സന്നദ്ധനായി. ഇത്രയും വലിയൊരു രൂപതയുടെ മെത്രാന് ഇത്രയും ഭാരിച്ച ഉത്തരവാദിത്വം ചുമലിലേറ്റിയത് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ അച്ഛൻ്റെയും കുടുംബകാര്യങ്ങളിൽ പോലും താല്പര്യത്തോടെ ഇടപെടാനും അവരെ ആശ്വസിപ്പിക്കാനുമൊക്കെ സമയം കണ്ടെത്തുന്ന പിതാവ് എന്ന് പറയുമ്പോൾ പിതാവ് ഒരു അത്ഭുത മനുഷ്യനായിട്ടാണ് ഞാൻ അന്ന് കണ്ടിട്ടുള്ളതും ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ. കാരണം പിതാവ് വ്യക്തിപരമായിട്ട് മറ്റു തരത്തിലും ഉപകാരങ്ങളൊക്കെ എൻ്റെ കുടുംബത്തിന് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ പിതാവിൻ്റെ എല്ലാ അച്ഛന്മാരോടും ഉള്ള ഈ സമീപനം, അച്ഛന്മാർ കുടുംബം വിട്ട് രൂപതയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളവരാണ്. രൂപതയിലേക്ക് എല്ലാം ഉപേക്ഷിച്ച് രൂപതയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിതാവ് അത് മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുപോകുന്ന ആ കുടുംബത്തെ ഉപേക്ഷിക്കാതെ ആ കുടുംബത്തെയൊക്കെ അന്വേഷിച്ചുകൊണ്ട് സന്ദർശിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ടൊക്കെ ഉള്ള ഒരു ജീവിതം നയിക്കുന്നത് അച്ഛന്മാർക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. ഒരു ജന്മം തന്ന മാതാപിതാക്കളുടെ അതേ സ്ഥാനത്ത് തന്നെ ഈ പട്ടം തന്ന പിതാവും ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത നമുക്കെപ്പോഴും ആശ്വാസമായിരുന്നു.